പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുവാൻ കഴിഞ്ഞ രാത്രി കിടന്നുറങ്ങി യഹോവയുടെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു. അധ്വാന ഭാരത്താൽ വലഞ്ഞ് ക്ഷീണിതരായി കിടന്നുറങ്ങി പ്രഭാതത്തിൽ എഴുന്നേൽക്കുവാൻ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് ഈ പ്രഭാതത്തിൽ നോക്കി ഒരുമിച്ച് വരുവാൻ ദൈവം തന്ന എല്ലാ കൃപകൾക്കും കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മത്തായി സുവിശേഷം 11-ാമത്തെ അധ്യായം 28, 29 വാക്യങ്ങൾ നമുക്ക് ഇന്നത്തെ ധ്യാനത്തിനായി വായിക്കാം. മത്തായി സുവിശേഷം മാത്യു ചാപ്റ്റർ 11 വേഴ്സ് 28 and 29. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. വളരെ ചിന്താതീതമായ പക്ഷെ ഒരുപാട് ആഴങ്ങളുള്ള, ഒത്തിരി അതിൻ്റെ ഡീപ്പ് മീനിങ് ഉള്ള ഒരു വാക്കാണ് ഈ രണ്ട് വാക്കുകൾ. അപ്പോൾ തന്നെ യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ഐഹിക ജീവിതകാലത്ത് പ്രസ്താവിച്ച രണ്ട് വാചകങ്ങളാണ്, രണ്ട് വാക്കുകളാണ് എന്നും അറിയുന്നതും. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അവർ എഴുതുമ്പോൾ കാർൽ മാർക്സും തുടങ്ങിയുള്ള ആദിയായ ആളുകൾ അവരെഴുതുമ്പം അവരെഴുതി വരുമ്പം ഈ വചനം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും അവരെക്കുറിച്ചുള്ള ഒരു വാക്കായിട്ട് അവർ ഇതിനകത്തുനിന്ന് ആവേശം ഉൾക്കൊണ്ടതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വാക്ക് ലോക പ്രശസ്തമാണ്. ഇത് പറഞ്ഞ വ്യക്തി ആരാണെന്നുള്ളതാണ് ഇതിനകത്തെ പ്രത്യേകത. ഇന്ന് ആളുകൾ എടുക്കുന്നതും ഇത് യേശു പറഞ്ഞ പശ്ചാത്തലമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അന്ന് റോമൻ ഭരണത്തിന്റെ കീഴിൽ അടിമകളായിട്ട് ഒരു തരത്തിൽ പറഞ്ഞ സ്വാതന്ത്ര്യമില്ലാതെ കഴിയുന്ന ഒരു ടൈമില് യേശു കർത്താവ് പാലസ്തീന്റെ മണ്ണിൽ അങ്ങോളം ഇങ്ങോളം നടക്കുമ്പോൾ അധ്വാനിക്കുന്ന ആളുകളെ കണ്ടിട്ട് ആ അധ്വാനത്തിനൊരു പ്രത്യേകത ഉണ്ട്. ശാരീരിക അധ്വാനവും കായികക്ഷമതയുടെ അധ്വാനവും ആ വേദനയുമല്ല ഇതിനകത്തെ ഡീപ്പായിട്ടുള്ള മീനിങ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കും ഈ പശ്ചാത്തലമുള്ളവർ അങ്ങനെ തന്നെ ചിന്തിക്കണം. യേശു പോകുന്ന പോകയിൽ ഈ അധ്വാനിക്കുന്നു, ഭാരം ചുമക്കുന്നു, പക്ഷേ അതിനപ്പുറത്ത് ശാരീരിക ക്ഷീണത്തിനപ്പുറത്ത് മാനസികമായി, ഹൃദയമായി, ആത്മാവ് തളർന്നുപോയി, മാനസികമായി തകർന്നുപോയി, ഒരു പ്രതീക്ഷയില്ലാതിരിക്കുന്ന, നാളെയെക്കുറിച്ച് പ്രതീക്ഷയില്ലാതിരിക്കുന്ന ഒരു സമൂഹത്തെ നോക്കിയ യേശു പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. ഹല്ലേലൂയ. ഇതുപോലെ ഒരു പ്രസ്താവന നമുക്ക് പഴയ നിയമത്തിൽ കാണാം. ആ ഇസ്രായേൽ ജനം ഈജിപ്തില്, അതായത് മിസ്രൈമി അടിമത്വത്തിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അവരുടെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി കേട്ടു എന്ന് പറയുന്ന അതേ ദൈവം ഈ തൻ്റെ ആ സ്വർഗോന്നത മഹിമകളെ വെടിച്ച് ഈ ഉലകത്തിലേക്ക് ഇറങ്ങി വന്ന് പാലസ്തീൻ മണ്ണിൽ കൂടി നടന്നു പോകുമ്പോൾ സ്വർഗത്തിൽ ഇരുന്ന് കണ്ട ദൈവത്തെയെല്ലാം മറിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നേരിട്ട് ജനത്തിന്റെ വേദന കണ്ട്, കഷ്ടത കണ്ട്, കഷ്ടപ്പാട് കണ്ട് അവരോട് പറയുക, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവൻ ആകയാൽ എൻ്റെ നുകം എടുത്തുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ അടുത്ത വാക്ക് നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. അതിന്റെ അടുത്ത വാക്ക്, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. ഒന്ന് ശ്രദ്ധിക്കണമേ. അപ്പോൾ ആ വാക്കൊരു അടിവരയിട്ടേണ്ട വാക്കാണ്, നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. അപ്പൊ ഈ പശ്ചാത്തലം നമ്മൾ പറയുന്ന സാഹചര്യത്തെയൊക്കെ സ്വല്പം വ്യത്യസ്തമാണ്. ഈ വചനം കേൾക്കുമ്പോഴും ദൈവജനമേ, ഈ വചനം കേൾക്കുന്ന വ്യക്തികളെ നിങ്ങൾ ചിന്തിക്കണം.
രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നു, വൈകിട്ട് മടങ്ങി വരുന്നു. മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ US-ലോ ഒക്കെ ആണെങ്കിൽ, നിങ്ങൾ എവിടെയായിരുന്നാലും, അല്ല ഈവൻ ജോലിയൊന്നും ഇല്ലെങ്കിൽ പോലും രാവിലെ എഴുന്നേൽക്കുന്നു, റൊട്ടീനായിട്ട് വീട്ടിലെ ജോലി ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു, അടുത്ത ദിവസം ജോലി ചെയ്യുന്നു, അടുത്ത ദിവസം കിടന്നുറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, ജോലി ചെയ്യുന്നു, വീണ്ടും. ഇതൊരു റൊട്ടേഷനായിട്ട് ഒരു മീനിങ് ഇല്ലാതെ ഇനി മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള അങ്ങനെ ഒരു അർത്ഥത്തിൽ അങ്ങനെ ജീവിക്കുമ്പം, ജീവിതത്തിന് അർത്ഥം കണ്ടാതിരിക്കുമ്പോൾ, പാലസ്തീൻ മണ്ണില് ഒരു സമൂഹം ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു രാജഭരണമുണ്ട്. ആ റോമൻ പ്രൊവിൻസായ ഹെരോദ രാജാവിന്റെ കീഴിലുള്ള പാലസ്തീൻ, അവിടെയാണ് യേശു കർത്താവ്. ആരാധന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരാധനയുമുണ്ട്, ദേവാലയമുണ്ട്, പുരോഹിതന്മാർ അവരുടെ വഴിയ. ആ സാഹചര്യം എല്ലാം വ്യത്യസ്തമാണ് എല്ലാവരും. പക്ഷെ ഇതിനിടയ്ക്ക് വാസ്തവമായി ദൈവത്തെ അന്വേഷിക്കുന്ന ജനം അല്ല, ഞെരുങ്ങുന്ന ഒരു വിഭാഗം. അവരാശ്വാസം കണ്ടെത്താതെ ഒരു ആശ്വാസത്തിന് വേണ്ടി എങ്ങോട്ട് പോകണമെന്ന് ആശ്രയിച്ചിരിക്കുമ്പോൾ ആ ജനത്തെ നോക്കി യേശു മനസ്സരിഞ്ഞിട്ട് പറഞ്ഞ വസ്തുതയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ. ഇന്നൊന്നൊക്കെ എന്തോന്ന് ശ്രദ്ധിച്ചേ പ്രിയരെ, നിങ്ങൾ അധ്വാനിക്കുന്നു, ഡ്യൂട്ടിക്ക് പോകുന്നു, വരുന്നു, നാളെയെ കുറിച്ച് എന്ത് ചെയ്യണം, എങ്ങനെ പോകണം, മുന്നോട്ടുള്ള വഴി കാണാതെ അതേ ആശ്രയത്വത്തിൽ ഇരിക്കുമ്പോൾ, അത് ഈ ശരീരം തളർന്നിരിക്കുമ്പോൾ, മനസ്സ് തളർന്ന്, ആത്മാവ് തളർന്ന്, ഹൃദയം തളർന്ന്, അടുത്തൊരു ഹോപ്പില്ലാതെ, അല്ലെങ്കിൽ ഹോപ്പുണ്ട്, അതെങ്ങനെ എത്തുമെന്ന് വിചാരിച്ച്, അങ്ങോട്ട് എങ്ങനെ എത്തിപ്പിടിക്കാമെന്നൊക്കെ വിചാരിച്ച് ഭാരത്തോടിരിക്കുന്നെങ്കിൽ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ, ഈ പ്രഭാതത്തിൽ, ഈ പകലിൽ പറയട്ടെ, നിന്നോട് ആത്മാവ് സംസാരിക്കുന്നത് ഇതേ. ഒരുവൻ വന്നിട്ട് പറയുക, പാലസ്തീന്റെ മണ്ണിൽ അധ്വാനിക്കുന്ന, ഹൃദയം തളർന്ന, ക്ഷീണിക്കുന്ന മനസ്സുള്ള ഒരുവനോട് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് ആശ്വാസം കൈക്കൊള്ള, ഇങ്ങോട്ട് വാ, അധ്വാനം തീർക്കും, നിങ്ങളുടെ കഷ്ടപ്പാട് തീരാൻ പോകുന്നു, നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്തുന്ന ഒരിടമുണ്ട്. ഈ ലോകത്തിൽ സർവ്വപേരും ആശ്വാസം പറയുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ പറയുന്നു ആശ്വാസം. ഒരു ഇലക്ഷന്റെ സമയത്ത് ഇലക്ഷൻ മാനിഫെസ്റ്റോ തന്നിട്ട് പറയും, ഞങ്ങൾ കയറിയ ഇങ്ങനെയൊക്കെ ചെയ്യാം. അത് പാർട്ടിയൊന്നും വ്യത്യാസമില്ല, എല്ലാവരും. മത നേതാക്കന്മാർ പറയും, ഇവിടെ വാ, ഇവിടെ സമാധാനം, ഇവിടെ ആശ്വാസമുണ്ടെന്ന്. ഡോക്ടർമാർ പറയും, ഇവിടെ വാ, ഇവിടെ ഞങ്ങളുടെ ആശ്വാസം തരാം. ഇന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ മത്സരിക്കുക, ആരാണ് വേഗത്തെ ക്യൂറാക്കുന്നതെന്ന് പറഞ്ഞ് അവിടെ ആശ്വാസം തരാം. ഇനി ഇതൊന്നുമല്ലെങ്കിൽ ആ കൗൺസിലേഴ്സ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് പറയും, ഇങ്ങോട്ട് വാ, ഇവിടെ ആശ്വാസം തരാം. അവിടെ എല്ലാം ചെന്ന് നോമിനലായിട്ട് ഒരു പറഞ്ഞ മുറിക്കുന്ന മുറിവിന്റെ മേൽ ആ പഴുപ്പ് ഞെക്കിക്കളയാതെ മുറിവിന്റെ പുറത്ത് മറ്റാരും കാണാത്ത പോലെ താൽക്കാലികമായി കെട്ടിവെക്കുന്നത് പോലെ അങ്ങനെ ഇരിക്കുമ്പോ ഇവിടെ ഒരുവൻ പറയുക, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ. ഇത് പാർട്ടിയിലോ പൊളിറ്റിക്സിലോ ലോകത്തിലോ മെഡിസിനിലോ സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ പറയുന്ന പോലെയല്ല. ഇതൊരു വ്യത്യാസമുണ്ട്. ഈ വചനത്തിനൊരു വ്യത്യാസമുണ്ട്, ഈ വാക്കിനൊരു വ്യത്യാസമുണ്ട്. ഈ വാക്കിന്റെ വ്യത്യാസം എന്താണെന്നറിയാമോ? ഇത് അഖിലാണ്ടത്തിന്റെ ഉടയവൻ പറയുന്ന വാക്കാ. ഇത് സൃഷ്ടിതാവ് പറയുന്ന വാക്കാ. ഇത് നിന്നെ നിർമ്മിച്ചോ പറയുന്ന വാക്കാ. നിന്റെ ഹൃദയത്തിന്റെ വേദനയും ഭാരവും അതുപോലെ അറിയാവുന്ന പറയുന്ന വാക്കാ. ഇവൻ പറയുക, അധ്വാനിക്കുന്നവർ, ഭാരം ചുമക്കുന്നവർ. പുറമെയുള്ള അധ്വാനത്തിന്റെ അപ്പുറത്ത് മാനസിക ക്ഷീണവും ഹൃദയത്തിന്റെ തകർച്ചയും കണ്ടിട്ട് അവൻ പറയുക, വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്റെ മുഖം മൃദുവാ, എന്റെ ചുമട് ലഘുവാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അടുത്തൊരു വാക്ക് പറയുന്നത്, നിന്റെ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഒരു ഉദാഹരണം, യേശു ഈ നടന്നു പോകുന്ന പോകയിലെ ഒരിക്കൽ നയീൻ പട്ടണത്തിന്റെ വാതിക്കലെത്തി. അവിടെ ഒരു കോട്ട യാത്രയായിട്ട് യേശുവിന്റെ കൂടെ ആളുകൾ നടന്നു വരിക. അവിടെ നിന്ന് ഓപ്പോസിറ്റ് ഒരു യാത്ര ഇങ്ങോട്ട് വരുന്നത് വിലാപയാത്രയാ. ഒരു വിലാപയാത്രയും ഒരു ഘോഷയാത്രയും കൂടി ഒരു കൂട്ടിമുട്ടല്. ആ കൂട്ടിമുട്ടലിന്റെ അകത്ത് ഒത്തിരി പേര് കരയുന്നുണ്ട്, ഒരുപാട് പേര് അവിടെ കരയുന്നുണ്ട്. അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് വിധവയുടെ ഏക മകനാ മരിച്ചുപോയത്. ആ വിധവയുടെ മകൻ മരിക്കുമ്പോ ആ കാശിന് കൂടെ ഇരുന്ന് കരയാൻ ആളുകളെ കിട്ടും. കൂടെ കരയുന്നവരുണ്ട്, ബന്ധുക്കളുടെ ചാർച്ചക്കാരുടെ സഹതാപം കാണിക്കുന്നവരുണ്ട്. അവരെല്ലാവരും കരയുമ്പോ യേശു നിന്നു. എന്നിട്ട് അവളെ, ആരെയാണെന്നറിയാമോ? ആ മകൻ മരിച്ച അമ്മയെ, ആ മാതാവിനെ, വിധവയെ, അവളിലേക്ക് നോക്കി. യേശു നിന്നു. അവളുടെ അടുത്ത് ചെന്നിട്ട് യേശു പറഞ്ഞു, കരയണ്ട. മറ്റെല്ലാവരും പറയുന്ന പോലെ ആയിരുന്നില്ല വാക്ക്. അവളോട് കരയണ്ടെന്ന് പറഞ്ഞപ്പം അവൾ കരച്ചിൽ നിർത്തി. ആ വാക്ക് ഇവിടെ പ്രസക്തമാ. ഭാരം ചുമക്കുന്നവൾ, അധ്വാനിക്കുന്നവൾ, കരഞ്ഞു കലങ്ങിയ കണ്ണുള്ളവൾ, ഹൃദയം തകർന്നവൾ, അവളോട് പറഞ്ഞു കരയണ്ട. ആ പറഞ്ഞപ്പോ കരച്ചിൽ നിർത്തി പറഞ്ഞത് അഖിലാണ്ടത്തിന്റെ ഉടയവനാ. അകത്തെ വേദന കണ്ട്, അകത്തെ ഭാരം കണ്ട് പറഞ്ഞവനാ.
അവൻ പറഞ്ഞു കരയണ്ട. അവള് കരച്ചിൽ നിർത്തി. അവള് കരച്ചിൽ നിർത്താൻ ഒരു കാരണമുണ്ട്. യേശു നിന്നു, അടുത്തു ചെന്ന് ശവമഞ്ചം തൊട്ടിട്ട് ബാലൻ എഴുന്നേറ്റു. അവൾക്ക് അവൻ ഏൽപ്പിച്ചു കൊടുത്തു. അവന്റെ അമ്മയ്ക്ക് ജീവിച്ചവനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇതാ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, അവന്റെ അടുക്കലേക്ക് ഇവിടെ ഒരു പരിഹാരമുണ്ട്. ലോകം പറയുന്നതുപോലെയല്ല. നിനക്കൊരു പരിഹാരമുണ്ട്, നിനക്കൊരു ആശ്വാസമുണ്ട്. ഈ ആശ്വാസം ലോകം തരുന്നതല്ല. പറയുന്നവൻ ഉലകത്തെ ചമച്ചവനായതുകൊണ്ട്, നിന്റെ ഹൃദയത്തെ ഉൾപ്പുകളെ നിലവുകളെ അറിയാവുന്നവനായതുകൊണ്ട്, നിന്റെ ഭാവങ്ങളെ അറിയാവുന്നവനായതുകൊണ്ട് അവൻ പറഞ്ഞാൽ അവന്റെ അടുക്കലേക്ക് വാ. ഇന്ന് ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുമ്പോൾ യേശു കർത്താവിന്റെ അടുക്കലേക്ക് വന്നേ. നിന്റെ ഭാരം എടുത്തു മാറ്റുക, നിന്റെ വേദന എടുത്തു മാറ്റുക. നീ തകർന്നു എന്ന് പറയുന്നിടത്ത് പുതുക്കി പണിയുക. നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞതിനെ ദൈവം മടക്കി തരിക. ലോകത്തിന് മടക്കി തരാൻ പറ്റത്തില്ല, പക്ഷെ ദൈവം അതിനെ മടക്കി തരിക. ദൈവം റീസ്റ്റോർ ചെയ്യുക. വിശ്വസിച്ചു. പ്രാർത്ഥനയ്ക്ക് അകത്തൊരു മറുപടിയുണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ ആത്മാവിനെ ഒരു ശക്തമായി ഉദ്ദീപിപ്പിക്കുന്നു. അതെ, ഇതിനൊരു മറുപടിയുണ്ട്. നിന്റെ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് കുഞ്ഞെ. ദൈവം അത് മറുപടി അയച്ചു തരുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ തലങ്ങളും പഠിക്കാട്ടെ. യേശു കർത്താവെ, ഞാൻ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ ചർച്ചിലെ വാത്സല്യ പ്രിയപ്പെട്ടവര്, പ്രാർത്ഥനാ കൂട്ടായ്മയിലെ എല്ലാവരും, ഈ വചനം കേൾക്കുന്ന സർവ്വപേരെയും അങ്ങയുടെ ആത്മാവിൽ അങ്ങ് തന്നിരിക്കുന്ന അഭിഷിക്ത അധികാരത്താൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. അധ്വാനിക്കുന്നൊരു ഭാരം ചുമക്കുന്നൊരു കർത്താവിന്റെ അടുക്കലേക്ക് വരട്ടെ. ആശ്വാസം കൈക്കൊള്ളുന്ന, ആശ്വാസം കൈ കൊടുക്കുന്ന യേശുവരെ ആശ്വസിപ്പിക്കുന്നതിനായി നന്ദി. ആത്മാവിൽ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആശ്വാസം കണ്ടെത്തുന്ന യേശു കർത്താവിന്റെ അരികിലേക്ക് വരിക. ദൈവകൃപ ചെയ്തിരിക്കാൻ സ്തോത്രം അപ്പ. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥനയിട്ടിരിക്കാൻ സ്തോത്രം. സകല മാനവമഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ബ്ലസ് യു, ബ്ലസ് യു. ആൻഡ് കർത്താവിന്റെ ആത്മാവോട് ചേർന്ന് നടക്കാം. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു.